ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ആദിമ സഭ ഉണ്ടായി. ആ സഭയിൽ അവർ പ്രധാനമായി ചെയ്ത 4 കാര്യങ്ങൾ 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ കാണുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു. ഈ 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്. അവർ അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നാണ് അടുത്ത 2 കാര്യങ്ങൾ. അപ്പം നുറുക്കുക. കർത്താവായ യേശുക്രിസ്തു താൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് തിരുവത്താഴം ഏൽപ്പിച്ചു കൊടുത്തു. താനത് കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തം, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുൻ എന്ന് പറഞ്ഞാണ് താനത് കൊടുത്തത്. ഈ ഒരു ആചാരം തൻ്റെ ശിഷ്യന്മാർ ചെയ്യണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്നവർ ഓർക്കണം. അവർ അത് മറക്കരുത്. നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ആ ഉപകാരം ചെയ്ത സമയത്ത്, അത് കഴിഞ്ഞുള്ള സമയത്ത് നമ്മൾ അത് വളരെ ശ്രദ്ധയോടെ ഓർത്തിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നും വരാം. എന്നാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതിനെ മറക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ഒരു ആചാരം ഞാൻ വരുവോളം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തത്. വാസ്തവത്തിൽ 2 ഓർഡിനൻസ്, 2 ആചാരങ്ങളാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. ഒന്ന് സ്നാനമാണ്, രണ്ടാമത്തേത് തിരുവത്താഴം. സ്നാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ എക്സ്റ്റേണലായിട്ടുള്ള, ബാഹ്യമായിട്ടുള്ള ഒരു പ്രകടനമാണ്. ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെടുകയും യേശു ക്രിസ്തുവിനെ ദൈവവും കർത്താവുമായ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നത് തൻ്റെ മനസ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് പുറത്തൊരു അടയാളവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ സംഭവം മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് കാണത്തക്ക യാതൊരു തെളിവും അതിനില്ല. എന്നാൽ സ്നാനം അങ്ങനെയല്ല. ഒരാൾ പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുകയാണ്. അത് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്നാനം നാം ദൈവമക്കളായി തീർന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവ കുടുംബത്തിലെ സഭയിലെ അംഗമായി തീർന്നു എന്ന കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ അപ്പം നുറുക്കുക അല്ലെങ്കിൽ കർത്തൃമേശയിൽ നിന്ന് നാം പങ്കെടുക്കുമ്പോൾ നാം ഓർക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു പാപം ചെയ്യാത്തവൻ, നമുക്ക് വേണ്ടി പാപമായി തീർന്നു, തൻ്റെ ശരീരം എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടു, തൻ്റെ രക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞു. ഈ കാര്യം നാം ഓർക്കുകയാണ്. ഇത് ഓർക്കുമ്പോൾ കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത് ചെയ്യുന്നതിന് മുൻപ് ഓരോരുത്തൻ തന്നെത്താൻ ശോധന ചെയ്യണം എന്നാണ്. അപ്പോൾ കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ അവശ്യം ചെയ്യേണ്ട ഒരു കാര്യം, പങ്കെടുക്കുന്ന ഓരോരുത്തരും തന്നെത്താൻ ശോധന ചെയ്യണം. എന്ന് വച്ചാൽ, എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മകൻ എന്ന നിലയിൽ ജീവിക്കാൻ സാധിച്ചോ? എൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ക്രിസ്തുവിൽ എൻ്റെ സഹോദരന്മാരുമായി കൂട്ടായ്മ ആചരിക്കുന്നതിന് എന്നെ തടയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശോധന ചെയ്യാനുള്ള ഒരു അവസരമാണ് കർത്തൃമേശ. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതല്ലേ? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാൻ സാധിക്കും. നമുക്ക് മറ്റുള്ളവരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശോധന ചെയ്യാൻ സാധിക്കും. എല്ലാറ്റിനും ഉപരി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളാണ് എന്ന കാര്യവും നമ്മെ ഓർമ്മിപ്പിക്കും. അപ്പോൾ അപ്പോസ്തലന്മാർ ഈ കാര്യം, അതായത് അപ്പം നുറുക്കുക എന്ന കാര്യം കൂടെ ചെയ്തിരുന്നു. നമ്മളവിടെ വായിക്കുന്നത് വീടുകൾ തോറും അപ്പം നുറുക്കി പോന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ വസ്തുവകകളൊക്കെ വിറ്റുവെങ്കിലും എല്ലാ വീടുകളും ഒന്നും വിറ്റിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, അക്കാലത്ത് കർത്തൃമേശ ആചരിക്കുന്നതിന് മുമ്പ്
അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അവർ ഒരുമിച്ച് വന്ന് ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം കർത്താവ് പറഞ്ഞ ഈ കൽപ്പന ആചരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ അപ്പം നുറുക്കി പോന്നു. ഇനി അതിനുശേഷം പറയുന്നത് പ്രാർത്ഥന കഴിച്ചു. അവർ പ്രാർത്ഥിച്ചു. നാം പ്രാർത്ഥനയെക്കുറിച്ച് സാധാരണ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക എന്നതാണ്. എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ച് പുതിയ നിയമം പഠിപ്പിക്കുന്നത് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക മാത്രമല്ല, ആ കൂടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കണമെന്നാണ്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം കരയറ്റുന്ന ഒരു അവസരം കൂടിയാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുകയല്ല, മറിച്ച് ദൈവത്തോട് സംസാരിക്കുക എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. എന്താണ് നമ്മൾ ദൈവത്തോട് പറയുക? നിത്യനാശത്തിലേക്ക് പോകുവാൻ ഒരുങ്ങിയിരുന്ന ഒരാളെ ദൈവം തൻ്റെ പുത്രനെ അയച്ച് രക്ഷിച്ചു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരാൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ദൈവമേ, എന്നെ രക്ഷിച്ചതിന് നന്ദി. ഈ നന്ദിയുള്ള ഹൃദയമാണ് ദൈവസന്നിധിയിൽ നാം ആദ്യം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥന, അതായത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതല്ല, മറിച്ച് ദൈവമുമ്പാകെ നമ്മുടെ ഹൃദയത്തെ പകരുകയാണ്. അത് സ്തോത്രത്തിലൂടെയാകാം, ആരാധനയിലൂടെയാകാം, സ്തുതിയിലൂടെയാകാം. ഇത്തരം നമ്മുടെ ചിന്തകളെ ദൈവസന്നിധിയിൽ പകരുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം പ്രാർത്ഥനായോഗമല്ല, മറിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ അവർ കൂടി വന്നപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അവർ പകരുകയും ചെയ്തു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉപദേശം കേട്ടു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. ഞാൻ ആദ്യം ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സംശയം, ഇവിടെ സുവിശേഷ വേലയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. സഭയുടെ ഉത്തരവാദിത്തമല്ലേ സുവിശേഷ വേല? എന്തുകൊണ്ടാണ് ആ കാര്യം പറയാതിരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അതിൻ്റെ ഉത്തരം തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതെന്താണെന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. സഭയായി അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തപ്പോൾ അവർ വാസ്തവത്തിൽ സുവിശേഷവേല ചെയ്യുന്നുണ്ടായിരുന്നു. അതെങ്ങനെ അറിയാം? അത് നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സഭയിലെ അംഗങ്ങൾ അവർ എന്താണ് ചെയ്തിരുന്നത്? 3-ാം അധ്യായത്തിൽ നാം കാണുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും, പക്ഷേ ഞാൻ ഈ സന്ദർഭത്തിൽ അതൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു മുടന്തനെ കണ്ടു. മുടന്തന് സൗഖ്യം കൊടുത്തു. മുടന്തന് സൗഖ്യം കൊടുത്തത് കണ്ട് ആളുകൾ ഓടിക്കൂടി അവരോട് പത്രോസ് സുവിശേഷം പറഞ്ഞു. സഭയായി കൂടി വരുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ നാം വായിച്ചത്. എന്നാൽ അവരുടെ നിത്യജീവിതത്തിൽ അവർ ചെയ്ത കാര്യം, ഏതവസരത്തിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനുള്ള അവസരം അവർ ഉപയോഗിച്ചു. കൂടി വരുമ്പോൾ പ്രാർത്ഥിച്ചു, അപ്പം നുറുക്കി, ഉപദേശം കേട്ടു. എന്നാൽ അവരുടെ നിത്യജീവിതത്തിൽ അവർ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ചു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.